ഇന്ത്യയിൽ, ഈ ഭാരതത്തിൽ, ഹിന്ദുക്കളുടെ ഈ ഭൂമിയിൽ അഥവാ ഹിന്ദുസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളിലും അവിടെ ഉള്ള വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ PM ശ്രീയാണ് അതിന് കാരണം. സർക്കാർ സ്കൂളുകളിൽ PM ശ്രീയെ അനുസന്ധാനം ചെയ്യുന്ന മറ്റു സ്കൂളുകളിൽ ഇപ്പോൾ അവിടെ കാലത്ത് പഠനം തുടങ്ങുന്നതിന് മുമ്പ് സരസ്വതി മന്ത്രം ചൊല്ലണം. സരസ്വതി നമസ്തുഭ്യം വരദേകാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി. ആ മന്ത്രം ചൊല്ലണം. ഞങ്ങൾ ആരംഭിക്കുന്ന വിദ്യ മഹാവിദ്യ, അതിന് അനുഗ്രഹങ്ങൾ നൽകണം, അത്രയേ ഉള്ളൂ. അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ്. സ്കൂളുകളിൽ യോഗാ പഠനം, സ്കൂളുകളിൽ സൂര്യ നമസ്കാരം, ഓം സൂര്യായ നമഃ, ഓം മിത്രായ നമഃ, അങ്ങനെ 12 പ്രാവശ്യമുണ്ട്. എന്താ അവിടെ ഖുറാൻ പഠിപ്പിക്കാത്തത്? എന്താ ബൈബിൾ പഠിപ്പിക്കാത്തത്? കോൺഗ്രസിൻ്റെ ചോദ്യമാണത്. ഉത്തരത്രയേ ഉള്ളൂ. ഇത് ഭാരതമാണ്, ഇത് ഹിന്ദുസ്ഥാനമാണ്. ഖുറാൻ പഠിക്കാലോ, പക്ഷേ സർക്കാർ അത് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് നമ്മളുടെ കൾച്ചറുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യമല്ല. അതന്നെ ഛത്തീസ്ഗഡിൽ സർക്കാർ സ്കൂളുകളിൽ ഗായത്രി മന്ത്രം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിനെതിരെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ കോൺഗ്രസ് മുക്ത ഭാരതത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നർത്ഥം. ഇപ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാർ കണ്ടില്ലേ, തിരുവനന്തപുരത്തല്ല ഭരണം നടക്കുന്നത്. എന്തൊരു കാര്യത്തിൻ്റെയും കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തെത്തും, കോഴിക്കോടെത്തും. തൊട്ടപ്പുറത്തുള്ള NSS ആസ്ഥാനത്തിൽ ചെല്ലില്ല. തൊട്ടപ്പുറത്തുള്ള കണിച്ചുകുളങ്ങര വെള്ളാപ്പള്ളി സാറിൻ്റെ അടുത്തേക്ക് ചെല്ലില്ല. അവർക്കറിയാം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 10 കൊല്ലത്തെ ഭരണം നഷ്ടപ്പെട്ടു, എങ്ങനെയെങ്കിലും ഒരു 1-2 വർഷം ഭരണത്തിൽ കയറിയിരിക്കുക, എന്നിട്ട് അങ്ങോട്ട് നക്കി തുടയ്ക്കുക. മതനേതാക്കൾ അവരുടെ തിണ്ണ നരങ്ങാൻ നമ്മളെ കിട്ടൂല എന്ന് വലിയ വായിൽ വർത്താനം പറഞ്ഞ സതീശൻ കോയയും ചെന്നിത്തല കോയയും കെട്ടെന്ന് നടക്കുകയാണ്. പള്ളികളുടെ, മോസ്കുകളുടെ, മുസ്ലിം നേതാക്കന്മാരുടെ, ക്രൈസ്തവ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ. ഇവിടെ ഇപ്പോൾ സർക്കാർ സ്കൂളുകളെ RSS ശാഖകളായിട്ട് മാറ്റിയെന്നാണ് കംപ്ലൈൻറ്റ്. RSS ശാഖകളാക്കിയാൽ എന്താ കുഴപ്പം? എന്താ RSSനൊരു കുഴപ്പം? ഈ ചോദ്യം കേരളത്തിലെ മുസ്ലിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഇന്ത്യ ഭരിക്കുന്നത് ഒരു RSകാരനല്ല, എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായ? ഒരു കുഴപ്പമുണ്ടായില്ല പറഞ്ഞു. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് മറുപടി അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കിട്ടില്ല. RSS നമ്മുടെ സഹോദരന്മാരല്ലേ, ചോദിക്കുന്നത് മുസ്ലിങ്ങളാണ്. അങ്ങനെ അവരെ കൊണ്ട് ചോദിപ്പിക്കത്തക്ക വിധത്തിൽ RS വളർന്നിട്ടുണ്ടെങ്കിൽ RSനൊരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാകൂ. ഇപ്പോൾ ലഹരി മരുന്നിന് എതിരായിട്ട് തുപ്പാൻ കൊണ്ട് നടക്കുകയാണ് AP അബൂബക്കറിൻ്റെ അടുത്ത്, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്ക്. എവിടേക്ക് തലയെ കെട്ടുകാരൻ്റെ അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്.
തുപ്പാൻ ബാഡ്ജ് കൊടുക്കാൻ വേണ്ടി, തുപ്പാൻ ബാഡ്ജ് നല്ല കാര്യമാണ്. കാരണം ലഹരി കടത്തുന്നവർക്ക് തന്നെ വേണമല്ലോ തുപ്പാൻ ബാഡ്ജ്. അവർക്ക് തന്നെയാണല്ലോ ബോധവൽക്കരണം നടത്തേണ്ടത്. കോഴിക്കോട് എയർപോർട്ട് എന്തിനു വേണ്ടിയിട്ടുണ്ടാക്കിയത്? കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ പോലീസുകാരുണ്ടായിരുന്നു. കാരണം വരുന്നവരുടെ മുഴുവൻ ആസനത്തിൽ വിരലിട്ട് പരിശോധിക്കണമല്ലോ മലദ്വാരത്തിൽ. അതിനാണല്ലോ അവർ കയറ്റി വയ്ക്കുന്നത്. ഒരു സ്ത്രീ 4 കിലോ അവളുടെ ആസനത്തിൽ കയറ്റി വെച്ചുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ കോണഗ്രാസ് വന്നതോടുകൂടിയാണ് പോലീസും ഇല്ല, ഒന്നുമില്ല. വീണ്ടും മലദ്വാരക്കാർ ഇറങ്ങിയിട്ടുണ്ട്. RSS ശാഖകൾ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? RSSകാർ ഉണ്ടായാൽ എന്തോ കുഴപ്പം? RSSകാർ ഭരിച്ചാൽ എന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമ്മുടെ കാര്യം ശരിയായിട്ട് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തെറ്റുകുറ്റങ്ങളാണ്. നിലവിളക്കോളത്തിന് തെറ്റുകുറ്റങ്ങളാണ്. കള്ളക്കടത്ത് കുഴപ്പമില്ല കേട്ടോ, ആ കാര്യം നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ഛത്തീസ്ഗഡിലെ സ്കൂളുകളെ RSSൻ്റെ ശാഖകളാക്കി മാറ്റാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് ഛത്തീസ്ഗഡ് കോൺഗ്രസ് മാധ്യമ വിഭാഗം ചെയർമാൻ സുശീൽ ആനന്ദ് ശുക്ല ആരോപിച്ചു. കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതിന് ആരും എതിർക്കുന്നില്ല. സർക്കാർ സ്കൂളുകളിൽ ഗായത്രിയും മറ്റ് മന്ത്രങ്ങളും നിർബന്ധമാക്കുന്നത് ഒരു മതേതര സമൂഹത്തിൽ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്ത് ചോദ്യം? അറേബ്യൻ കൺട്രീസിൽ മതപഠനവും സ്കൂൾ വിദ്യാഭ്യാസവും ഒരുമിച്ചല്ലേ പോകുന്നത്? അവിടെയുള്ള എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിസ്കാരത്തിനുള്ള സ്ഥലമുണ്ടല്ലോ. അവിടെയുള്ള മാളുകൾ, നമ്മുടെ യൂസഫ് അലി സാഹിൻ്റെ മാളിലടക്കം എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഉണ്ടല്ലോ പ്രാർത്ഥനയ്ക്കുള്ള സങ്കേതങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദുക്കൾക്കുള്ളതുമുണ്ട്, അവിടെയാണെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ളതുണ്ട്. അതുകൊണ്ടിപ്പോൾ എന്താ കുഴപ്പം? നല്ല കാര്യമല്ലേ ഇതെല്ലാം? അതിലെന്തിനാ മതേതരത്വം കൊണ്ടുവരുന്ന അറിയില്ല. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു ശിവലിംഗം നാട്ടി കഴിഞ്ഞാൽ ഉടനെ ചോദ്യം, ശിവലിംഗം കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ അപ്പുറത്തെന്താ കുരിശ് നാട്ടാത്തെ? അതിൻ്റെ ഇപ്പുറത്തെന്താ മറ്റേ മക്കയുടെ രൂപം കാണിക്കാത്തെ? എന്തുണ്ടെങ്കിൽ പോലും അതിന് കൂടുതൽ ഞാനും ഉണ്ട്. ഞാണ്ട് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. പണ്ട് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് 2 ഹിപ്പോപ്പൊട്ടോമസുകളെ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന് ചാഴിക്കാടൻ, പണ്ടത്തെ ചാഴിക്കാടൻ ഇരുന്ന് ഉറങ്ങുക. അപ്പോൾ അവർ പറഞ്ഞു 2 എണ്ണത്തെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അതിലൊന്ന് ഞങ്ങൾക്ക് വേണമെന്ന്, പാലയിലേക്ക് വേണമെന്ന്. ഹിന്ദുക്കളുടെ വഴിക്ക് പോട്ടെ, ഞങ്ങളുടെ പള്ളിയും അവിടെ വേണം. ഹിന്ദുക്കൾ മന്ത്രം ചെല്ലാം, ഞങ്ങളുടെ മന്ത്രം അവിടെ ചെല്ലണം. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ കുത്തി നോയിപ്പിച്ചിട്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടെങ്കിലും കിട്ടാൻ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ അത് വിജയിക്കും. അതാണല്ലോ ഇപ്പോൾ ഒരു അവരാധി സർക്കാർ കയറിയിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ അത് നടക്കില്ല. അവിടെയുള്ള ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളെ, ആ ഹിന്ദുക്കളുടെ ദൈവസങ്കല്പങ്ങളെ, അവരുടെ പൂർവ്വസൂരികൾ എഴുതി വെച്ച മന്ത്രങ്ങളെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കുന്നതിൽ BJPക്ക് പിന്നെ വലിയ വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കോൺഗ്രസ് തന്നെ അത് ചെയ്തോളും. മന്ത്രങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഖുറാൻ, ബൈബിള്, ഗുരുഗ്രന്ഥ സാഹിബ്
എന്നിവയിൽ നിന്നുള്ള നല്ല പാഠങ്ങളും സർക്കാർ അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഉത്തരം കിട്ടിയല്ലോ. അവതരിപ്പിക്കില്ല. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. അതൊക്കെ നിങ്ങൾ ഭാരത സർക്കാരിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഭാരതത്തിൻ്റെ ധർമ്മം, ഹൈന്ദവ ധർമ്മം, സനാതന ധർമ്മം, സനാതന മൂല്യങ്ങൾ, അതാണ് അവരുടെ ഡ്യൂട്ടി. നിങ്ങൾ സൗദി അറേബ്യയിൽ പോയിട്ട് നിങ്ങളുടെ വീടിനകത്തിരുന്ന് എല്ലാവരും ഒരു വിളക്ക് പൂജ നടത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല. പള്ളിയിൽ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഗീത ഓതാൻ പോവാണെന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഓതിക്കോളൂ. ഒരു ദിവസം ഓതലുണ്ടാവുള്ളൂ, പിന്നെ അവരൊരു ഊതും. പിന്നെ നാട് കാണാനുണ്ടാവില്ല എന്ന് മാത്രം. ഇത് ഹിന്ദുസ്ഥാനമാണ് എന്ന് ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളും ഇവിടെയുള്ള ക്രൈസ്തവരും ദിവസവും കാലത്ത് അടുത്ത 41 ദിവസവും കാലത്ത് എഴുന്നേറ്റ് 108 വട്ടം ഒന്ന് ചൊല്ലിപ്പഠിക്കുക. ആ ബോധം ഉള്ളിലേക്ക് വരട്ടെ. അത് വന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു പാരമ്പര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹം ചോദിച്ചു. ഇവിടെ ഒരു പാരമ്പര്യമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ. അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്, ഹിന്ദു മതത്തിൻ്റെ പാരമ്പര്യമല്ല, ഇന്ത്യയുടെ പാരമ്പര്യമാണ്. രണ്ട് ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിൽ ഗായത്രി മന്ത്രം നിർബന്ധമാക്കി സംസ്ഥാനത്തെ BJP സർക്കാർ ഉത്തരവിട്ടത്. അച്ചടക്കം, അതുപോലെ തന്നെ സാംസ്കാരിക മൂല്യങ്ങൾ, ദേശസ്നേഹം, ഇത് വളർത്തിയെടുക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഇങ്ങനെയൊരു പ്രസ്താവന കൊണ്ടുവന്നപ്പോൾ, നിയമം കൊണ്ടുവന്നപ്പോൾ സർക്കാർ ജനങ്ങളെ അറിയിച്ചത്. രാവിലെ സ്കൂൾ അസംബ്ലി തുടങ്ങുന്നത് മുതൽ അവസാന മണിക്കൂറുകൾ വരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ രീതിയിലുള്ള മന്ത്രജപങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തേ തീരൂ. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇതിനെതിരെ സംസാരിക്കുന്നവർ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഹേ മിസ്റ്റർ, ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ജയ് ശ്രീറാം.